യെസ്, അങ്ങനെ പുത്തൻപുലരി അതിന്റെ ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് എത്താൻ പോകുന്നു. 7:50 സമയം. പറഞ്ഞാലും മതി വരാതെ. അതെ 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 ശബരിമല സന്നിധാനത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജമാണ്. അരുൺജി എത്ര തവണ മകരവിളക്ക് കണ്ടിട്ടുണ്ട്? എത്ര തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എത്ര തവണ മകരവിളക്ക് കണ്ടിട്ടുണ്ട്? ശരിക്കും 6ാമത്തെ തവണയാണ് മകരവിളക്ക് കാണാനായി എത്തുന്നത്. പക്ഷേ എല്ലാ തവണയും നമുക്ക് ഒരു അനുഭവമുണ്ട്, പുതുമയാണ്. അതാണ്, എത്ര കണ്ടാലും മതി വരില്ല. അത് ശരിക്കും ഭഗവാന്റെ ഒരു നിയോഗം പോലെയാണ്. ഓരോ മണ്ഡലകാലത്തും നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിക്കും, ഭഗവാന്റെ സന്നിധിയിലേക്ക് ഈ ദിവസം എത്താൻ കഴിയണേ. നമ്മുടെ ഒരു സാർത്ഥത, ഒരു പ്രാർത്ഥന തന്നെയായിരിക്കും. കാരണം ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുക എന്നത് ഈ പൂർവ്വജന്മ, എനിക്ക് തോന്നുന്നു ഈ മാധ്യമ പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ മത്സര ബുദ്ധിയൊന്നും ഇല്ലാത്ത ശബരിമല സന്നിധാനത്താണ് അല്ലെ? അല്ലെങ്കിൽ വലിയ കോമ്പറ്റീഷൻ. എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ആ സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരിടം, അത് ഭഗവാന്റെ സന്നിധാനമാണ്. അതിനെല്ലാം തന്നെ നമുക്ക് കൃത്യമായ ഒരു മറുപടി, കൃത്യമായ ഒരു ഫലം ഭഗവാൻ തരുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭഗവാൻ തന്നെ ജീവിതത്തിൽ അദൃശ്യ സാന്നിധ്യമായി, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യം, ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കാത്ത ഒരു കഥകളെങ്കിലും പറയാൻ ഇല്ലാത്ത ഒരാൾ പോലുമില്ല. ജീവിതത്തിലുടനീളമുള്ള സർവ്വ വിജയങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ സർവ്വ പ്രതിസന്ധികളും മാറിക്കൊണ്ട് ആ ഭഗവാനിലേക്ക് സർവ്വവും സമർപ്പിക്കുന്ന ഒരു ഭക്തജനങ്ങൾ. അത് തന്നെയാണല്ലോ 1, 2, 3 സെക്കൻഡ് ആയിരിക്കും ഈ മണിക്കൂറുകൾ വരുന്ന 41 ദിവസം ആ മാലയിട്ട് നോമ്പ് നോറ്റ് ഈ മല കയറി എത്തുന്ന ഭക്തർക്ക് ദർശിക്കാൻ കഴിയുന്നത് 1, 2, 3 സെക്കൻഡ് ആയിരിക്കും. അത് ആ ഒരു സമയത്തിന് വേണ്ടിയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പ്. ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഒന്നെത്തിയാൽ മതി. ഇവിടെ എല്ലാം ഭഗവാൻ ഉണ്ട് എന്നുള്ള, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു. മാത്രമല്ല ഈ വിവാദങ്ങൾ ശബരിമലയെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന, ശബരിമല വിവാദങ്ങൾ മാത്രമല്ല തകർക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടും. അത് ശബരിമല ക്ഷേത്രത്തിന്റെ തീവപ്പിന്റെ ചരിത്രം മുതൽ നമുക്കറിയാവുന്നതാണല്ലോ. 951 ആ ക്ഷേത്ര ശ്രീകോവിൽ തീ വെച്ച് നശിപ്പിച്ചതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കാണേണ്ടത് എത്ര വിവാദങ്ങൾ ഉണ്ടായാലും അത് ഭക്തനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ മണ്ഡലകാലം തന്നെ വിവാദങ്ങൾക്ക് പഞ്ഞൊന്നുമില്ല. പക്ഷെ അത് ഭക്തിയെയോ ക്ഷേത്രത്തിന്റെ മറ്റ് പൂജാപ്രവർത്തനങ്ങളെയോ അത് ബാധിക്കുന്നില്ല. വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കും. അതെ, ഈ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളുടെ ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ ശബരിമലയുടെ വിശ്വാസത്തെ, ശബരിമലയുടെ പവിത്രതയെ, ശബരിമലയുടെ ആചാരാനുഷ്ഠാനത്തെ അത് എത്ര തന്നെ കണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കാം. അത് 2018 നേരത്തെ തീവെപ്പ് കേസ് പറഞ്ഞു. അതിനുശേഷം 2018 മുതൽ അത് പ്രത്യക്ഷത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു സർക്കാർ അവരുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ പൊന്നു സന്നിധാനത്തെ, അവിടുത്തെ ശബരിമലയിലെ വിശ്വാസത്തെ, ആ വിശ്വാസത്തിന്റെ പവിത്രതയെ തകർക്കാനുള്ള ഗൂഢമായുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളൊക്കെ തന്നെ. പക്ഷേ എന്തായിരുന്നു അവസാനത്തെ ഫലമെന്ന് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിവാദങ്ങളെല്ലാം ആഴിയിൽ അടങ്ങുകയാണ് അല്ലെ? അത് തന്നെയാണ് നമ്മൾ ഈ മണ്ഡലകാലത്തിൽ. അതുകൊണ്ട് ഒരുപാട് പ്രത്യേകതയുണ്ട്. 2018 അതിനുശേഷം ഉണ്ടായ ഓരോ സംഭവ വികാസങ്ങളും അതിനുശേഷം കൃത്യമായ ഒരു മറുപടി ഭഗവാൻ കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അത്രയേറെ വേദനിച്ച ഭക്തരെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഉറങ്ങാത്ത രാത്രികളായിരുന്നു. ഈ ഭഗവാന്റെ ആചാരങ്ങൾ, ഭഗവാന്റെ അനുഷ്ഠാനങ്ങൾ അത് ലംഘിച്ചുകൊണ്ട്, അത് പ്രത്യേക താല്പര്യത്തോടെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സന്നിധിയിലെ പവിത്രമായ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, തച്ചു തകർക്കാനുള്ള ഗൂഢമായുള്ള ശ്രമം. എന്തായാലും നമുക്ക് ഈ സമയത്ത് നിൽക്കുമ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ ആ ഒരു നിലപാട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടായിരുന്നു അന്നെടുത്തത്. അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെ നിലപാടുകൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ ശബരിമലയെ തകർക്കാനുള്ള എത്ര വലിയ നീക്കങ്ങളെയും ചേർത്ത് തോൽപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ശബരിമല തകർക്കണം എന്നുള്ളത്. അതൊരു വലിയ ഗൂഢാലോചനയാണ്. കാരണം ശബരിമല ഒരു ഹിന്ദു ഏകീകരണത്തിന്റെ സ്ഥലം കൂടിയാണ്. പലപ്പോഴും ഹിന്ദുത്വത്തെ തകർക്കാൻ പല ശക്തികളും ശ്രമിച്ചത് ജാതീയമായി ശ്രമിച്ചിട്ടുണ്ട്, വേർതിരിവുകൾ ഉണ്ടാക്കാൻ. അത്തരം ഭിന്നിപ്പുകൾക്കപ്പുറത്തേക്ക് ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ഏകീകരണം നടക്കുന്ന സ്ഥലമാണ് ശബരിമല. അതുകൊണ്ട് തന്നെയാണ് ശബരിമല തീവപ്പിന്റെ ചരിത്രമാണെങ്കിലും, പിന്നീട് നടന്നിട്ടുള്ള മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ശബരിമലയെ കണക്ട് ചെയ്യുന്ന വിവാദമാണെങ്കിലും, ജയമാല വിവാദം, മണ്ഡലകാലത്തും ഒരുപാട് വിവാദങ്ങളല്ലേ? അതെ അതെ അതെ. ഒരു ഘട്ടത്തിൽ ഈ അരവണയ്ക്കകത്ത് എലിവാല് വീണു എന്ന് പറഞ്ഞുള്ള വിവാദങ്ങൾ വരെ
ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ മണ്ഡലകാലം വിവാദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ പുറം ലോകം അറിയുന്ന ഒരു മകരവിളക്ക് കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഇന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അകത്ത് കിടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതെ 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 ഇന്നിപ്പോൾ BJP സംസ്ഥാന വ്യാപകമായിട്ട് ദീപം പ്രോജ്വലിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ്. എന്തായാലും മിഥുൻ മുരളി ഒരിക്കൽ കൂടി ചേരുകയാണ് 18-ാം പടിക്ക് സമീപത്ത് നിന്നും. നേരത്തെ മിഥുൻ ചേരുന്ന ഘട്ടത്തിൽ തിരക്ക്, അതോടൊപ്പം തന്നെ ആഴിക്കും 18-ാം പടിക്കും സമീപത്തുള്ള ഭക്തജന പ്രവാഹം, ഇക്കാര്യങ്ങളെ പറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ആ സ്ഥലത്ത്, അതായത് ഈ ശബരിമലയിൽ എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തരിൽ വലിയൊരു വിഭാഗം മകരവിളക്ക് കാണാനായി എത്തുന്നത് മിഥുൻ നിൽക്കുന്ന ആ പ്രദേശത്താണ്. കാരണം തിരുവാഭരണം കടന്നു വരുമ്പോൾ അവധിയിൽ തൊട്ടു തൊഴാനൊക്കെയുള്ള ഒരു അവസരം അവിടെ കിട്ടും. തിരുവാഭരണം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേടകം 18 പടികൾ കടന്ന് സോപാനത്തേക്ക് വരുന്നത് ആനന്ദ നൃത്തം ആടി വരുന്ന ആ ഒരു കാഴ്ച, തീവട്ടിയ വാദ്യമേളങ്ങൾ എല്ലാ ഇടങ്ങളിലും, അങ്ങനെ ഈ പൂങ്കാവനത്തിന്റെ എല്ലാ ഇടങ്ങളിലും അങ്ങനെ ചരണങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ആ ഒരു അവസ്ഥയെ, ആ ഒരു സാഹചര്യത്തേക്ക് എങ്ങനെയാണ് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എല്ലാ വർഷവും നമ്മൾ വർണ്ണനകൾക്ക് അതീതമാണ്. മിഥുൻ, അവിടുത്തെ ഞാൻ ചോദിച്ചു വന്നത്, അതായത് ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്തുന്ന, ശബരിമലയിൽ എത്തുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ ഈ മകരജ്യോതി കാണാനായി നിൽക്കുന്ന ഒരു സ്ഥലത്താണല്ലോ മിഥുൻ നിൽക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഈ തിരുവാഭരണം കടന്നു വരുമ്പോൾ അത് ദർശിക്കാൻ കഴിയുന്നു, തൊട്ടു തൊഴാനുള്ള അവസരമുണ്ടാകുന്നു. മാത്രമല്ല ഈ പേടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേടകം 18 പടികൾ കടന്ന് മുഖമണ്ഡപത്തിലൂടെ സോപാനത്തേക്ക് പോകുന്ന കാഴ്ച ഈ തിരുമുറ്റത്ത് നിന്നാൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഉള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? ഗൗതം, നടപ്പന്തലിൽ എല്ലായിടവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നടപ്പന്തലിൽ എവിടേക്കാണോ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സാഹചര്യമുള്ളത് ആ ഇടങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഓരോ ഇടവും ഗൗതം സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുമ്പോൾ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുക, തിരുവാഭരണ പേടകത്തിൽ ഒന്ന് തൊട്ട് വന്ദിക്കുക, പുഷ്പ വൃഷ്ടി നടത്തുക, ഇതൊക്കെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആത്മനിർവൃത്തി നൽകുന്ന, ഭക്തി നിർവൃത്തി നൽകുന്ന കാര്യമാണ്. അതിനുവേണ്ടി എത്രയോ മണിക്കൂറുകൾ കാത്തിരിക്കാൻ അവർ തയ്യാറാണ്. വൈകിട്ട് 6 മണിയോട് കൂടി മാത്രമേ നടപ്പന്തലിലൂടെ ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നെത്തുകയുള്ളൂ എങ്കിൽ അതിനും എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് രാവിലെ മുതൽ തന്നെ ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഭക്തജനങ്ങൾ. നടപ്പന്തലിൽ ഒരു ഭാഗത്ത് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക്, വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ തിരുവാഭരണ ഘോഷയാത്ര എത്തുമ്പോൾ വരവേൽക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഭക്തരെ ഘട്ടം ഘട്ടമായാണ് കടത്തിവിടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 18-ാം പടിക്ക് താഴെ ഘട്ടം ഘട്ടമായി ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഭക്തരെ കടത്തിവിടുമ്പോൾ ദർശനത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തൊട്ട് താഴെ നടപ്പന്തലിൽ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന, കൂടുതൽ സമയം കാത്തു നിൽക്കുന്ന ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നു. നടപ്പന്തലിലെ മുകൾ ഭാഗത്ത് മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഈ രീതിയിലാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റുന്നത്. അപ്പോൾ മരക്കൂട്ടം മുതൽ കൂടുതൽ സമയം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇന്നലെ രാത്രി മുതലൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തരാണ് ഇപ്പോൾ ഈ സമയത്ത് 18-ാം പടിക്ക് താഴേക്ക് എത്തുന്നത്. എന്തായാലും ആ ഭാഗത്ത് ക്രമീകരണമുണ്ട്, ഭക്തർക്ക് അവിടെ വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട്. അവിടെ ഒരു തരി സ്ഥലത്ത് ഒരാൾക്ക് നിൽക്കാൻ, നിലയുറപ്പിക്കാൻ, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എല്ലായിടത്തും ഭക്തർ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവിടെ ആ രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ, ഭക്തർക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട്, ഈ ആളുകൾക്ക് കടന്നു വരുന്നതിനുള്ള ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി എല്ലാ മുഴുവൻ സ്ഥലങ്ങളിലും ഭക്തർ തിരഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ത്യാഗ മനോഭാവത്തോടു കൂടി, എത്രത്തോളം ത്യാഗം സഹിച്ചുകൊണ്ട്, അത്രത്തോളം ത്യാഗം സഹിച്ച് അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ ദിവസം ഈ പുണ്യഭൂമിയിൽ ഒന്ന് നിലയുറപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരെയാണ് കാണുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വെയിൽ, മഴ, മഞ്ഞ് ഒന്നും പ്രശ്നമല്ല. കഴിഞ്ഞ ഒരു മണ്ഡലകാലത്തിൽ നമ്മൾ കണ്ടത് പലയിടത്തും വിരിവെക്ക് വിശ്രമിക്കുന്നതിനുള്ള കൃത്യമായ സൗകര്യങ്ങൾ സന്നിധാനത്ത് ഇല്ലെങ്കിൽ കൂടി കിട്ടുന്ന സ്ഥലത്ത് അവർ വിശ്രമിക്കുകയാണ്. വെയിലുണ്ടാകും, അപ്പോൾ അവിടെ വിരിവെച്ച് വിശ്രമിക്കുകയാണ്. വെയിൽ തടസ്സമല്ല, മഴ തടസ്സമല്ല, മഞ്ഞ് തടസ്സമല്ല. മഞ്ഞുള്ള രാത്രികളിൽ ഒരു തരി സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ഭക്തരെയാണ് ഈ ഒരു മാസക്കാലം കണ്ടത്. പൊരി വെയിലത്ത് വിശ്രമിക്കുന്നതിന് വേണ്ടി, ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന
കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ഭക്തരെയാണ് വിവിധ ഇടങ്ങളിൽ കണ്ടത്. അവർക്കൊന്നും അങ്ങനെ തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. അവർക്കൊന്നും പ്രശ്നമല്ല. അവർക്ക് അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി മാത്രമാണ്. ആ ഭക്തിയോടുകൂടി സമർപ്പണത്തോടു കൂടി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കാത്ത വിധമാണ് അവർ അത് മുന്നോട്ട് നീക്കുന്നത്, അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മണ്ഡലകാലത്തും മകരവിളക്ക് തീർത്ഥാടന കാലത്തും അഭൂതപൂർവമായിട്ടുള്ള തിരക്കുണ്ടായ എല്ലാ ദിവസങ്ങളിലും സന്നിധാനത്ത് കണ്ടത്. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഉണ്ടായി, വിരിവെക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്.